അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ഈ വർഷം മാർച്ചിലെ വാർഷിക പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. ഗ്രേറ്റയ്ക്കൊരു കത്ത്. കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് 2018 മെയ് മാസത്തിൽ സ്വീഡിഷ് ഡെയിലി ന്യൂസ് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റയ്ക്ക് ഒരു കത്ത് എഴുതുക. ഗ്രേറ്റയ്ക്ക് ഒരു കത്ത് എഴുതാൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 46-ാമത്തെ പേജിലെ ചോദ്യമാണ്. നമ്മൾ കത്ത് എഴുതുമ്പോൾ ചില പോയിന്റുകൾ നമ്മൾ മനസ്സിൽ വെക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കത്ത് എഴുതാൻ സാധിക്കുകയുള്ളൂ. 5ാം ക്ലാസ്സിൽ കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. കത്ത് കിട്ടേണ്ട ആളുടെ പേരും അഡ്രസ്സും വെക്കണം. നമ്മൾ ആർക്കാണോ കത്ത് എഴുതേണ്ടത് അപ്പോൾ ഗ്രേറ്റയുടെ പേരും അഡ്രസ്സും നമ്മൾ വെക്കണം. 2, കത്ത് അയക്കുന്ന ആളുടെ പേരും അഡ്രസ്സും വേണം. നമ്മളാണ് കത്ത് അയക്കുന്നത്, അപ്പോൾ നമ്മളുടെ പേരും നമ്മളുടെ ക്ലാസ് നമ്മളുടെ സ്കൂള് അത്രയും നമ്മൾ ഉൾപ്പെടുത്തണം. തുടക്കത്തിൽ അഭിസംബോധന വേണം. പ്രധാന ഖണ്ഡികയിൽ ഗ്രേറ്റയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അഭിനന്ദനങ്ങളും പിന്തുണയും വേണം. ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതണം. 5ാമത്തെ പോയിന്റ്, ഒടുക്കം വേണം. കത്തെഴുതുന്ന ആളുടെ പേര്, ഒപ്പ്, തീയതി, സ്ഥലപ്പേര് എന്നിവ എഴുതണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കത്തിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എ ഗ്രേഡ് കിട്ടും. ഇതേപോലെ നമുക്ക് ഈ വർഷം കത്തെഴുതാനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കാം. ഗ്രേറ്റയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു കത്തെഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സൈക്കോയുടെ തളരാത്ത മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു കത്ത്, സൈക്കോയ്ക്ക് നമ്മൾ എഴുതുന്ന ഒരു കത്ത്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. സൈക്കോയെ സഹായിച്ച ഉറുമ്പുകൾ അല്ലെങ്കിൽ കഴുകനുള്ള ഒരു കത്ത് എഴുതാൻ പറയാൻ സാധ്യതയുണ്ട്. അസൂയ ചീത്ത സ്വഭാവമാണ്, പാപം സൈക്കോയെ ഇനി ഉപദ്രവിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഫ്രോഡിറ്റി ദേവിക്ക് ഒരു കത്തെഴുതാൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം കത്തുകൾ എല്ലാവരും ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് ഒരു മോഡൽ കത്ത് എഴുതി നോക്കാം. ഗ്രേറ്റയ്ക്കുള്ള കത്താണ്. നമ്മൾ കത്ത് കിട്ടേണ്ട ആളിന് സ്വീകർത്താവ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ടു എന്ന് പറയും. ഫ്രം ടു ആണ് കിട്ടേണ്ട ആള്. ഇവിടെ സ്വീകർത്താവാണ് കിട്ടേണ്ട ആള്. ഗ്രേറ്റ ടൂൻബർഗ്, സ്വീഡൻ. നമുക്ക് ഇത്രയും അഡ്രസ്സേ അറിയുള്ളൂ. അപ്പം നമുക്ക് അറിയുന്നിടത്തോളം അഡ്രസ്സ് എഴുതാം. ഇനി നമ്മുടെ അഡ്രസ്സാണ് വേണ്ടത്. നമ്മൾ കത്ത് എഴുതുന്ന ആളാണ്. ഫ്രം അഡ്രസ്സാണ് നമ്മൾ വെക്കേണ്ടത്. അതിന് പ്രേക്ഷകൻ എന്നാണ് പറയുന്നത്. നമ്മൾ ക്ലാസ് ലീഡർ എന്ന നിലയിൽ ബെൻസിയാണ് ഈ കത്ത് എഴുതുന്നത്. പ്രിയപ്പെട്ട ഗ്രേറ്റ ട്യൂൻബർഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഭൂമിയെ കൈപ്പിടിയിൽ ഒതുക്കി ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായ ഗ്രേറ്റ ചെയ്ത സമരം ഞങ്ങൾ പുസ്തകത്തിലൂടെയാണ് അറിഞ്ഞത്. ഭൂമിയെ രക്ഷിക്കാനായി ഗ്രേറ്റ നടത്തിയ സമര രീതി ലോകത്തിനു മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ചു. പുതിയ ലോകം രൂപപ്പെടുത്താനുള്ള സമരം നടത്താനും കുട്ടികൾക്ക് കഴിയുമെന്ന് ഗ്രേറ്റ തെളിയിച്ചു. ഞങ്ങളുടെ എല്ലാ പിന്തുണയും ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും പുതിയ സമരങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്നേഹപൂർവ്വം, ഭൂമിക്ക് വേണ്ടി. ബെൻസി, ക്ലാസ് ലീഡർ 5B, 11/3/2025, അട്ടപ്പാടി. തുടക്കം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഒടുക്കം എന്ന് പറയുന്നത് നമ്മൾ കത്ത് ചുരുക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം, ഭൂമിക്ക് വേണ്ടി എന്നെഴുത ഈ ഭാഗമാണ്. ഗ്രേറ്റയോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 1-2 ഖണ്ഡികയായിട്ട് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കത്തെഴുതിയ തീയതിയും സ്ഥലപ്പേരും അതുപോലെ നമ്മളുടെ പേരും അഡ്രസ്സും നമ്മളുടെ ക്ലാസ്സും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളൊരു കത്ത് എഴുതുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എ ഗ്രേഡ് കിട്ടും.